ഇപ്പോ നിൽക്കുന്ന ഈ ബെയിലി പാലം ഉണ്ടല്ലോ, ഈ പാലം വിജനമാണ്. അവിടേക്ക് അവിടെയൊന്നും ആരുമില്ല. നോക്കൂ, ഈ ബെയിലി പാലം കഴിഞ്ഞ് അപ്പുറത്ത് മുണ്ടക്കൈയാണ്. അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ തൊട്ടക്കരയല്ല, അവിടെ നിന്നൊരു 3-3.5 കിലോമീറ്റർ മുകളിലേക്ക് കയറിയാൽ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയും ഒരു മനുഷ്യനുമില്ല. ആ ജനപദം ആകെ മണ്ണ് മൂടി, മണ്ണ് വർഷിച്ച് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അതിന് വീണ്ടും ഇപ്പോൾ നമ്മൾ പുനരധിവാസത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ ഇന്ന് എന്നോട് സംസാരിച്ച യുവജന സംഘടനകളുടെ നേതാക്കൾ DYFI 25 വീട് നിർമ്മിച്ചു നൽകും എന്ന് പറഞ്ഞു, AYF 10 വീട് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞു. മറ്റ് NGO-കളും സർക്കാരും ഒക്കെ പുനരധിവാസത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നോക്കൂ, ഇപ്പോൾ ഞാനീ നിൽക്കുന്ന ചൂരൽമല എന്ന് പറയുന്ന സ്ഥലം ഭാഗികമായി തകർന്നിട്ടുണ്ട്. പക്ഷേ ഈ ചൂരൽമല അതിജീവിക്കും. ഈ ചൂരൽമല 2-3 വർഷങ്ങൾക്ക് അപ്പുറം അത് ഇപ്പോ ഈ മുറിവുകളെയൊക്കെ മായ്ച്ച് അത് റീബിൽഡ് ചെയ്തു വരും. പക്ഷേ ഞാൻ കരുതുന്നില്ല മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു ജനപഥമായി, ഒരു ജനവാസ കേന്ദ്രമായി ഇനി ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചൂരൽമല നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാം. ഇപ്പോൾ ഈ പാലം, ഈ ബെയിലി പാലം, ഇത് കുറെ നാൾ കൂടി പുതിയൊരു പാലം ഈ നദിക്ക് കുറുവെ ഉണ്ടാവുന്നത് വരെ ഈ പാലം ഇവിടെ തുടരും എന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ നഷ്ടപ്പെട്ടു പോയ, ഇവിടെ നശിച്ചുപോയ സ്കൂൾ കെട്ടിടം, അമ്പലം, അതുപോലെ മറ്റു കാര്യങ്ങൾ, കടകളൊക്കെ പുനർനിർമ്മിക്കപ്പെടും. മനുഷ്യൻ എന്ന് പറയുന്ന വലിയ നഷ്ടം അതൊരിക്കലും നികത്തപ്പെടില്ല. പക്ഷേ ഇതും കഴിഞ്ഞ് മുകളിലേക്ക് പോകുമ്പോൾ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒന്നും അവശേഷിച്ചിട്ടില്ല. ഒന്നും എന്ന് പറഞ്ഞാൽ ഒന്നും അവശേഷിച്ചിട്ടില്ല. ആ ഒരു നാട്ടിൽ ഇനി ആരാണ് വീണ്ടും താമസിക്കുക? ഈ ദുരന്തത്തെ അതിജീവിച്ച മനുഷ്യരുണ്ട്. ആ ദുരന്തത്തെ അതിജീവിച്ച മനുഷ്യർ വീണ്ടും അവിടെ വീട് കെട്ടി അവരുടെ നഷ്ടപ്പെട്ടതെല്ലാം മറന്ന് വീണ്ടും ഒരിക്കൽ കൂടി, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പുനരധിവാസം എന്നുള്ള പാക്കേജിന്റെ ഭാഗമായി വീടുകൾ നിർമ്മിച്ചിട്ട് അവിടെ താമസിക്കുമോ എന്നെനിക്കറിയില്ല. താമസിക്കാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പ്രദേശം കണ്ടപ്പോ ഒരു ഗ്രാമം ഇല്ലാതായിരിക്കുന്നു. ഭൂപടത്തിൽ ഇല്ലാത്ത ഒരു പ്രദേശമായി മുണ്ടക്കൈ മാറിയിരിക്കുന്നു. സമ്പൂർണ്ണമായി മണ്ണെടുത്ത് പോയൊരു സ്ഥലമാണ് മുണ്ടക്കൈ. അതിനി പുനർജീവിപ്പിക്കുക, അല്ലെങ്കിൽ അത് വീണ്ടും ഒരു ജനപദമായി വികസിക്കുക, അവിടെ വീണ്ടും മനുഷ്യവാസം ഉണ്ടാവുക, അവിടെ വീണ്ടും പൂവുകളും തളിരുകളും ഉണ്ടാവുക, ഇത് സാധ്യമായ ഒരു കാര്യമായി എനിക്ക് തോന്നുന്നില്ല. അതിജീവനത്തിനും അപ്പുറത്തുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് മുണ്ടക്കൈ വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ നമ്മൾ അതിജീവനത്തെക്കുറിച്ച്, റീകൺസ്ട്രക്ഷനെ കുറിച്ച്, പുനർനിർമ്മാണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പുനർനിർമ്മിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്.